മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് ആശ്വാസമേകി ആഭ്യന്തരമന്ത്രി. രമേശ് ചെന്നിത്തലയെ സന്ദർശിച്ച് കുട്ടികളും ബ്ലോഗർ സന്ധ്യയും. കരുതലേകിയ കരങ്ങളെ കാണാൻ കുട്ടികൾ ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ. മാതാപിതാക്കളുടെ വിയോഗത്തെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ വിഹാൻ, ഭാവി, ബദരി എന്നീ 3 കുട്ടികൾ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചു. 6, 4, 2 വയസ്സ് പ്രായമുള്ള ഈ കുട്ടികൾ ബന്ധുവീട്ടിലേക്ക് മാറിയ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഇടപെടലോടെയാണ് ഇവർക്കായി അമ്പൂരി കണ്ടതിട്ടയിൽ സ്വന്തമായി വീടൊരുങ്ങിയത്. സാമൂഹ്യ പ്രവർത്തകനായ ശാലു പേയാടാണ് ഈ കുട്ടികളുടെ അവസ്ഥ മുൻപ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. തങ്ങളെ സഹായിച്ച ആഭ്യന്തരമന്ത്രിയെ കാണണമെന്ന കുട്ടികളുടെ ആഗ്രഹപ്രകാരമായിരുന്നു സന്ദർശനം. കുട്ടികളോടൊപ്പം സമയം ചെലവഴിച്ച മന്ത്രി അവർക്കൊപ്പം ഭക്ഷണം കഴിക്കുകയും ഉപഹാരങ്ങൾ കൈമാറുകയും ചെയ്തു. ഇവർക്കൊപ്പം ഭിന്നശേഷിക്കാരിയായ വ്ളോഗർ സന്ധ്യയും മന്ത്രിയെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. സന്ധ്യയ്ക്ക് സ്റ്റുഡിയോ ഒരുക്കുന്നതിനായി രമേശ് ചെന്നിത്തല നേരത്തെ സഹായം നൽകിയിരുന്നു. അമ്മയോടൊപ്പം എത്തിയ സന്ധ്യ രാഹുൽ ഗാന്ധിയും രമേശ് ചെന്നിത്തലയും ഒന്നിച്ചുള്ള ഒരു ചിത്രം മന്ത്രിക്ക് ഉപഹാരമായി നൽകി. നമ്മൾ ടിവിയിലൊക്കെ കൂടി കണ്ട ഒരാള് എന്നെ സഹായിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. എന്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശാലിചേട്ടനാണ് എനിക്ക് വീട് പണിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. അപ്പോഴാണ് ഇതുപോലെ പാലുകാച്ചിന്റെ സമയത്താണ് ഇങ്ങനെ പറയുന്നത്. സാറിന്റെ വൈഫാണ് ഇതുപോലെ സ്റ്റുഡിയോ, എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പം അത് എന്റെ സാഹചര്യമൊക്കെ വെച്ചിട്ട് എനിക്ക് അത്ര നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലല്ല ഞാൻ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അതിനെ പറ്റിയ ഒരു സ്റ്റുഡിയോ സാറ് ചെയ്തെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയാ, ദൈവത്തിന് തുല്യം തന്നെയാണ്. കാരണം അത്രയും ഞാൻ ബുദ്ധിമുട്ടിട്ടുണ്ടായിരുന്നു നല്ല ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ടൊക്കെ. കാരണം പുറത്തൊക്കെ പോകുമായിരുന്നു അടുത്തൊക്കെ, പക്ഷെ പുറത്ത് പോകുന്നത് ഒത്തിരി സേഫ് അല്ല. ഞങ്ങളുടെ അവിടെ ഇച്ചിരി കാടൊക്കെയാണ് കുറച്ച്. സാറ് ദൈവത്തിന് തുല്യം തന്നെയാണ്. അതിലൊരു മാഡത്തിന്റെ ഒരു ഇതുകൂടി ഉള്ളതുകൊണ്ടാണ് ഭയങ്കര സന്തോഷം. ആഭ്യന്തരമന്ത്രിയുടെ അടുത്തിരുന്ന് നമുക്ക് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ പറ്റില്ല, അതിന് വലിയ സന്തോഷമായി. എല്ലാരും കാണാൻ പറ്റില്ല, മാഡത്തിനെയും എല്ലാരും കാണാൻ പറ്റി, വലിയ സന്തോഷം. GTV ന്യൂസ്, തിരുവനന്തപുരം.